എപ്പിസോഡ് തുടങ്ങുമ്പോൾ ജിവോൺ അങ്ങനെ യൂണിനോടൊരു ബെറ്റ് വെക്കുകയാണ്. യൂൺ പറയുന്നത് പോലെ ഇപ്രാവശ്യവും ലൈലാക്ക് പൂവിട്ടില്ലെങ്കിൽ താൻ തന്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു പോയേക്കാം. എന്നാൽ അഥവാ ഇപ്രാവശ്യം അത് പൂവിടുകയാണെങ്കിൽ ഇവൾക്ക് ഇവനെ ഡേറ്റ് ചെയ്യേണ്ടി വരും. ഏറെ വൈകാതെ ഈ ബെറ്റിന്റെ കാര്യം സ്കൂളിലും പാട്ടാവും. ആ ലൈലാക്ക് മരത്തിന്റെ ചുറ്റും ഒരു വേലി പോലെയൊക്കെ കെട്ടി യൂണിന്റെയും ജിവോണിന്റെയും എല്ലാം പേരൊക്കെ എഴുതി വെച്ചിരിക്കുവാണ് കുട്ടികൾ. ഇതെല്ലാം നീ കാരണമാണെന്നും പറഞ്ഞ് സൂണയോടെ യൂൺ കലിപ്പില് നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, ജിവോണിനെ വീഴ്ത്താനാ ഞാൻ ഡിന്നർ പ്ലാൻ ചെയ്ത്. അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയോ. അങ്ങോട്ടേക്ക് ഇപ്പോ ജിവോണും വരുന്നുണ്ട്. ജിവോണിനെയും യൂണിനെയും ഇങ്ങനെ ഒരുമിച്ച് കാണുന്നതും കുട്ടികളെല്ലാം കൂടെ ഉറക്കെ കൂവാനും മാർപ്പ് വിളിക്കുവാനും എല്ലാം തുടങ്ങും. സ്കൂളിലൂടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഇവർക്കിപ്പോ. ഇപ്പൊ സ്കൂളിൽ ഇങ്ങനെ പുതിയ ചെയർമാൻ സ്ഥാനം ഏറ്റിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ ജിവോണിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ഇനോഗ്രേഷൻ പ്രോഗ്രാം വെക്കണം എന്നതാണ് ഇപ്പൊ ഗ്യോങ്തയുടെ തീരുമാനം. എന്ന് ഇമാതിരി പരിപാടിയൊന്നും വേണ്ടാന്ന് ജിവോൺ എത്ര പറഞ്ഞിട്ടും അവന്റെ അച്ഛനാണെങ്കിൽ കേൾക്കുന്നുമില്ല. ഇപ്പൊ അവിടുത്തെ ജെ എന്ന് പറയുന്ന ഒരു സീനിയർ സാറാണെങ്കിൽ വന്ന് യൂണിനോട് ഈ പീരീഡ് കഴിഞ്ഞ് നമുക്ക് ക്രിയേറ്റീവ് ക്ലബിലുള്ള എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ലഞ്ച് കഴിക്കാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും ടീച്ചർ പോകുന്ന വഴിയാ ഹെൽത്ത് സെന്ററിൽ കയറി തേഹോയും കൂടി ഈ കാര്യം ഒന്ന് അറിയിച്ചേക്ക് എന്ന കാര്യം പറയും. യൂൺ ആകെ പെട്ടുപോകും. കാരണം തേഹോ ഇന്നലെ ഇവിടെ നൈസായിട്ട് തേച്ചതാണല്ലോ. ഇനിയിപ്പോ പോയി ഫേസ് ചെയ്യാൻ നല്ല മടിയുണ്ട്. ഈ തേഹോ എന്ന് പറയുന്നത് അവിടുത്തെ ടീച്ചർ അല്ല, പകരം അവിടുത്തെ സ്കൂൾ ക്ലിനിക്കിലെ നേഴ്സാണ്. എന്തായാലും സാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതാണ്, ചെയ്യാതിരിക്കാൻ പറ്റില്ല. മടിയുണ്ടെങ്കിലും ഇവളിപ്പോ തേഹോയുടെ അടുത്ത് പോയി കാര്യം പറയും. സാർ ഇങ്ങനെ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പുതിയ ചെയർമാന്റെ ഇനോഗ്രേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളെ ഏൽപ്പിക്കാനാണ് സാർ വിചാരിക്കുന്നത്. എന്ത് ചെയ്യാനാ, ആ ചെയർമാൻ ഇപ്പൊ എല്ലാവരുടെയും തലവേദനയായിരിക്കും. ഞാൻ ആ ലൈലാക്ക് അങ്ങ് വെട്ടിമുറിച്ച് കളഞ്ഞാലോ, അയാളുടെ ശല്യം തീരും എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഇതും കേട്ടാണ് അങ്ങോട്ടേക്ക് ജീവൻ വരുന്നത്. ആഹാ, നല്ല ഐഡിയ ആണല്ലോ. എന്നെ കുറിച്ച് ഇങ്ങനെ പബ്ലിക്കായിട്ട് കുറ്റം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഡോർ അടയ്ക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കായിരുന്നു. നീ എന്റെ ഇനോഗ്രേഷനെ കുറിച്ച് ഓർത്താണോ പേടിക്കുന്നതെന്ന് ഇവൻ ചോദിക്കുമ്പോൾ, അല്ല, ഇനോഗ്രേഷൻ കഴിഞ്ഞ് അപ്പൊ തന്നെ സ്ഥാനം ഒഴിഞ്ഞു പോകുന്നത് ഭയങ്കര മോശമായിരിക്കില്ലേ, ഞാൻ അതിനെ കുറിച്ച് ഓർത്തതാന്ന് പറയുവാണോ. ഓ, നീ ബെറ്റിന്റെ കാര്യമാണല്ലോ ഉദ്ദേശിക്കുന്നത്. നീ 24 മണിക്കൂറും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണോ. ഞാനതൊക്കെ എപ്പോഴേ വിട്ടു. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ആ മരത്തിനെ തൊടാൻ പോലും പോകണ്ട, വെറുതെ നാണം കെടാൻ നിൽക്കണ്ടെന്ന് പറയും. യൂണാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്ന സമയം ഈ ജിവോൺ തേഹോയെ ഒരുമാതിരി രീതിയിൽ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ഇവൻ ഇന്നലെ അവളെ തേക്കുന്നത് ജിവോൺ ഒളിച്ചിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇവൻ എന്ത് ഇങ്ങനെ നോക്കുന്നേന്നുള്ള ഭാവത്തിലാണ് തേഹോ. അങ്ങനെ ജിവോൺ എല്ലാം പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ തേഹോയുടെ അടുത്തേക്ക് അവിടെ പഠിക്കുന്ന ഒരു പെങ്കൊച്ചു വരുന്നുണ്ട്. അവളൊരു പ്രത്യേക ഭാവത്തിൽ ഇവനെ ഇങ്ങനെ നോക്കുന്നതും ഇവളെ കാണുമ്പോൾ തേഹോയുടെ മുഖം മാറുന്നതും കാണാം. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇവളെ ഗ്രൗണ്ടിലോട്ട് വരും. എന്തോ സംഭവിച്ചിട്ടുണ്ട്. കെട്ടാകുമ്പോൾ ഈ സാറ് ജെ ക്രിയേറ്റീവ് ക്ലബിലുള്ള യൂണിനെയും തേഹോയെയും സൂണയും കൂടെ വിളിച്ചു ചേർത്ത് ഈ ഇനോഗ്രേഷന്റെ കാര്യം ഇങ്ങനെ പറയും. അത് ഇതില് ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കേണ്ടി വരും. സൂണയും തേഹോയും അത് ഏറ്റെടുക്കാന്ന് പറയുന്നുണ്ട്. എന്നാൽ സ്കൂളിലാണെങ്കിൽ ആകെ ഒരൊറ്റ നേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തേഹോയ്ക്ക് ക്ലിനിക്കിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതുപോലെ ഇപ്രാവശ്യം ഒരു മാത്സിന്റെ ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതിന് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത് സൂണയാണ്. അപ്പൊ അവളും ബിസിയാണ്. ഇനിയിപ്പോ ആകെ ബാക്കിയുള്ളത് നമ്മുടെ യൂണും. എന്നാൽ യൂണിനാണെങ്കിൽ അതിൽ തീരെ താല്പര്യമില്ല. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാനും കുറച്ച് ബിസിയാണെന്ന് ഇവള് പറയുമ്പോൾ, ആ ശരിയാ, പുതിയ സെമസ്റ്റർ ഒക്കെ വരുമല്ലേ, നീയും ബിസി ആയിരിക്കും, കുഴപ്പമില്ല, ഞാൻ വേറെ എന്തെങ്കിലും നോക്കിക്കോളാം, ഞാൻ നമ്മുടെ വൈസ് പ്രിൻസിപ്പൾ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, നീ അതോർത്ത് പേടിക്കണ്ടെന്ന് പറയും. കെട്ടാകുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേയുടെ കാറിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിരിക്കുവാണ്. ഇതറിയുന്ന ക്യുങ്ഹോൺ ആണ് അത് വന്ന് റിപ്പയർ ആക്കാൻ നോക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഗ്രാൻഡ് പേയെ ക്യുങ്ഹോൺ അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നതെന്ന്. ഞാൻ വണ്ടി ഓടിച്ചിട്ട് കുറേയായി, എനിക്കിപ്പോ പഴയ പോലെ ഓടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. യൂണിന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്ന് സംഭവിച്ചത് കഴിഞ്ഞ് പിന്നെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും. എനിക്ക് പണ്ടത്തെ പോലെ ആ ഒരു കോൺഫിഡൻസ് ഇല്ല. ഇതങ്ങ് വിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് ഗ്രാൻഡ് പ പറയുമ്പോൾ, കിടക്കട്ടെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്ന കാര്യം പറയുവാണ് ക്യുങ്ഹോ. ആ കാറിലായിട്ടൊരു ലോക്കറ്റില് ഗ്രാൻഡ് പേയും ക്യുങ്ഹോണും വേറൊരാളും കൂടെ നിൽക്കുന്ന ഫോട്ടോയുണ്ട്. അത് മേ ബി യൂണിന്റെ ഫാദർ ആയിരിക്കാം. കെട്ടാകുമ്പോൾ ബ്രേക്ക് ടൈമില് ഈ ജിവോണിനെ കാണാനായിട്ട് വരും. നമ്മൾ ഒരുമിച്ച് ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നിന്നെ കാണാനേ കിട്ടുന്നില്ല. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ നീ ആണെങ്കിൽ വന്നുമില്ല. അത് പിന്നെ ഞാൻ ഇത്തിരി ബിസി ആയിരുന്നു എന്ന് ഇവൻ പറയുമ്പോൾ, എനിക്കറിയില്ല ഇതിപ്പോ പറയാൻ പറ്റുമെന്ന്. എന്നിരുന്നാലും അങ്ങനെ ഒരു ബെറ്റ് വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു യൂണായിട്ട് എന്ന് ഇത് കേട്ട്, അല്ല അതുകൊണ്ട് നിനക്കെന്താ പ്രശ്നമെന്ന് ഇവൻ ചോദിക്കുമ്പോൾ, നീ പണ്ട് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി കോളേജിൽ പോയി ചേർന്നപ്പോൾ ഞാൻ നിന്നെ പിന്തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നു, നിനക്ക് ഓർമ്മയില്ലേ? അതിനുശേഷം ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചു. ഞാൻ നിന്റെ ഗ്രാജുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നീ ദുബായിലോട്ട് പോകുന്നെന്ന് ഞാൻ എയർപോർട്ടിലോട്ട് വരെ വന്നു. കാരണം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പണ്ട് നമ്മൾ സ്കൂളിലായ ടൈം തൊട്ട് ഇന്ന് വരെ. ജീവൻ, നീ ആ ലൈലാക്ക് പൂവിടുകയാണെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നത്? പണ്ടത്തെ പോലെ നിവിയുണ്ടോളെ ഡേറ്റ് ചെയ്യാൻ പോകണോ? എന്നിത് കേട്ട് സംശയത്തോടെ നോക്കുന്ന ജീവനോട് തനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും തന്നോട് പണ്ട് യൂണെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഇവള് പറയും. അവള് നിന്നോട് പറഞ്ഞെന്നോ? അവളെന്താ പറഞ്ഞെന്ന് ഇവൻ ചോദിക്കുമ്പോൾ, നിങ്ങൾ വേണ്ട സീക്രട്ട്ലി ഡേറ്റിംഗ് ആയിരുന്നെന്നും ഏതാണ്ട് 3 മാസം ഒരുമിച്ചുണ്ടായിരുന്നെന്നും നീ സ്കൂളിൽ നിന്ന് പോയപ്പോൾ അത് പെട്ടെന്ന് ബ്രേക്ക് ആയെന്നും പറഞ്ഞു. ഓ, അങ്ങനെയാണോ അവള് നിന്നോട് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ അങ്ങ് അതില്ലാണ്ടായെന്ന്. ഇതേട്ട് എന്താ ഞാൻ അറിയാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ജിഹെ ഇവനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന് ശേഷം ജിവോൺ ആണെങ്കിൽ യൂണുള്ള അടുത്തേക്ക് വരും. എന്നീ സമയമായിരിക്കും തൊട്ടപ്പുറത്ത് നിന്ന് ഈ ജെ സാറും വൈസ് പ്രിൻസിപ്പളും കൂടെ സംസാരിക്കുന്നത്. അവരുടെ സൗണ്ട് കേൾക്കുന്നതും ഇവർ ഒരുമിച്ച് കാണണ്ടാന്ന് വിചാരിച്ച് യൂൺ ജിവോണിനെ പിടിച്ചൊളിച്ചിരിക്കുവാണ്. ഈ പ്രിൻസിപ്പൾ സംസാരിക്കുന്നത്
പറയുന്നതാണെങ്കിൽ ഇവർക്ക് കേൾക്കാം. അവർ യൂണിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഇനോഗ്രേഷൻ അങ്ങ് അവളെ ഏൽപ്പിക്കാൻ നോക്ക്, അവൾക്ക് മാത്രമേ ഇവിടെ സമയമുള്ളൂ. എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് അതെന്താ ചെയ്യാൻ മടി? വലിയ സ്ഥാനത്തുള്ളവർ എന്തെങ്കിലും പറഞ്ഞത് എന്താണെങ്കിലും താഴെയുള്ളവർ അനുസരിക്കണം. അവൾ വെറും ജിം ടീച്ചർ അല്ലേ, അവൾക്ക് ഇപ്പൊ എന്താ ബിസി? ഇത് കേൾക്കുന്ന യൂണിനാണെങ്കിൽ എന്തോ പോലെ ആവും. അവള് ജീവനോടും ഒന്നും പറയാണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവൾ ഓഫീസിലിരിക്കുന്ന സമയം പ്രിൻസിപ്പൾ ഇവളുടെ അടുത്ത് വന്ന് ഒരു കാര്യം ഏൽപ്പിക്കും. നാളെ വൈസ് പ്രിൻസിപ്പൾമാരെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ അതിൽ കുറച്ച് സ്നാക്സ് എല്ലാം സെർവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ കേട്ടാ വിശ്വസിക്കില്ല, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വൈസ് പ്രസിഡന്റ് കിമ്മു മാങ്ങയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നീ ടൗണിൽ പോയി നല്ല ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവാ. നീ ഇതെന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഒഫീഷ്യൽ റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതിയെന്നും പറഞ്ഞ് പുള്ളിക്കാരിയുടെ കാർഡും ഇവളെ ഏൽപ്പിച്ചു പോകും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് യൂണ് പോകുന്ന സമയം ഇത് അറിയുന്ന മൂൺ സൂമികളുടെ പിന്നാലെ കൂടും. ഈ സമയം ജീവോൺ ആണെങ്കിൽ വൈസ് പ്രിൻസിപ്പളിന്റെ അടുത്ത് വന്ന് എന്റെ ഇനോഗ്രേഷൻ പ്രോഗ്രാം അങ്ങനെ ആരെ ഏൽപ്പിക്കേണ്ട, അത് ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറയും. അതങ്ങനെ ടീച്ചേഴ്സിനെയോ സ്റ്റുഡൻസിനെയോ ഒന്നും ഏൽപ്പിക്കണ്ടെന്ന് പറയുമ്പോൾ അതോർത്തൊന്നും സാറ് പേടിക്കേണ്ട, അതെല്ലാം യൂൺ നോക്കിക്കോളൂ എന്ന് പറയണവര്. എന്നാൽ അത് വേണ്ട, ആരെ ഏൽപ്പിക്കേണ്ട എന്ന് ജീവോൺ തീർത്ത് പറയും. കെട്ടാകുമ്പോൾ ഷോപ്പിൽ വന്ന യൂൺ ആണെങ്കിൽ ആ പ്രിൻസിപ്പളിനിട്ട് ഒരു മുട്ടൻ പണിയാണ് കൊടുക്കുന്നത്. അവരുടെ കാർഡ് ഇവളുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ആ ഷോപ്പിലുള്ള പകുതി ഫ്രൂട്ട്സും ഇവളങ്ങ് വാങ്ങുവാണ്. എന്നിട്ട് അത് നാളെ ഡെലിവർ ചെയ്യാനുള്ള അഡ്രസ്സും പറഞ്ഞു കൊടുക്കും. തന്റെ അക്കൗണ്ടിൽ നിന്ന് ഇത്രയും പൈസ പോയത് കണ്ട് കണ്ണ് തള്ളിയിരിക്കുവാണ് പ്രിൻസിപ്പൾ. ഞാൻ ഫ്രൂട്ട്സ് വാങ്ങാൻ പറഞ്ഞിട്ട് ഇവൾ ആ ഫ്രൂട്ട്സിന്റെ ഷോപ്പ് തന്നെ വാങ്ങിയോന്ന് വിചാരിച്ച്. കെട്ടാക്കുമ്പോൾ ജീവോണും പുള്ളിയുടെ അസിസ്റ്റന്റും കൂടെ ഇങ്ങനെ പോകുന്ന സമയം ഒരു പുഴ കണ്ട് അവൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. പണ്ട് ജീവോണും യൂണും ഡേറ്റിംഗിലായിരുന്ന സമയം അവർ ഒരുപാട് ടൈം ഈ പുഴക്കരയിൽ പോയി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അധികം ആൾക്കാരൊന്നും ഈ പരിസരത്തോട്ട് അങ്ങനെ വരില്ല, കാരണം അവിടെ പ്രേതങ്ങളുണ്ട് എന്നൊക്കെയാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. അതറിയുന്നത് കൊണ്ട് തന്നെ ജീവോണിനാണെങ്കിൽ ഇവളുടെ കൂടെ പോകാനും പേടിയായിരുന്നു. എന്നാൽ യൂണിന് ആ പ്ലേസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾക്ക് അമ്മാതിരി പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ പുഴ കാണുമ്പോൾ ഇവൻ ആ കാര്യമാണ് ഓർമ്മ വരുന്നത്. ഇവൻ ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുന്നത് കണ്ട് അസിസ്റ്റന്റ് കാര്യം തിരക്കുമ്പോൾ ഞാനൊന്ന് പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ചെന്നേ ഉള്ളൂ. ഞാൻ പണ്ട് ഇവിടെ ആയിരുന്നല്ലോ ജനിച്ചു വളർന്നിട്ടുണ്ടായിരുന്നത്, അന്ന് ഞാൻ ആ പുഴക്കരയിലോട്ടൊക്കെ പോകുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെന്താ സാർ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ലേ, അതെന്താ പോവാത്തെന്നുള്ള കാര്യം തിരക്കുവാണ് അസിസ്റ്റന്റ്. എനിക്ക് ഇനിയും അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ ഇവൻ പറയുമ്പോൾ സാറിനറിയോ ഈ ആളുകൾ പറയും നമ്മൾ ചെയ്തില്ല എന്നോർത്ത് റിഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ ബെറ്ററാണ് എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് റിഗ്രേറ്റ് ചെയ്യുന്നത്. എന്തായാലും റിഗ്രേറ്റ് ചെയ്യുമെങ്കിൽ അത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇത് കേൾക്കുന്ന ജീവോൺ ആണെങ്കിലും ഇവൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നുന്നു. ഇതേ സമയം ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി യൂൺ മോൺസൂനെയും കൊണ്ട് ഇങ്ങോട്ടേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മോൺസൂനും ഇവിടെ ഈ പ്രേതങ്ങളുണ്ട് എന്നുള്ളൊരു വാർത്ത അറിയാം. അതുകൊണ്ട് തന്നെ അവനും ഭയങ്കര പേടിച്ചാണ് വരുന്നത്. മിസ് ഇവിടെ നിൽക്കുന്നത് ഒരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇവിടെ പ്രേതങ്ങളുണ്ടെന്ന് ആളുകൾ പറയുന്നത്, നമുക്ക് തിരിച്ചു പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആളുകൾ പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആരും കാണാൻ വഴിയില്ല. അതുകൊണ്ട് ഇതാണ് പറ്റിയ പ്ലേസ് എന്ന് പറയണവള്. ഇവളുടെ സംസാരം കേട്ടിട്ടാണെങ്കിൽ അവൻ അതിനേക്കാൾ പേടി. അവിടെ എത്തിയതിനു ശേഷം അവൾ അവന് ഡ്രിങ്ക്സ് വാങ്ങാൻ വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. പോകുന്ന വഴി പിറകിന്ന് പലതരത്തിലുള്ള ശബ്ദം കേട്ടെന്ന് വരും, പക്ഷെ നീ തിരിഞ്ഞു നോക്കരുത് എന്നൊക്കെ പറഞ്ഞ് പാവത്തിനെ പേടിപ്പിച്ചാണ് ഇവള് വിടുന്നത്. അങ്ങനെ അവൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരിക്കും ഇപ്പൊ അങ്ങോട്ടേക്ക് ജീവൻ വരുന്നത്. ഇപ്പൊ ഇവൻ ഇവിടെ കണ്ട് നീ സ്കൂളിലെ എനിക്ക് സമാധാനം തരുന്നില്ല, ഇപ്പൊ എന്റെ പിറകെ ഇങ്ങനെ പിന്തുടർന്ന് കൂടിയിരിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ്. എന്തെനിക്ക് ഇങ്ങോട്ടേക്ക് വന്നൂടെ? ഇനിയിപ്പോ ഈ സ്ഥലം നിന്റെ കമ്പനിക്കാർ വാങ്ങിയതാണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വിശ്രമിക്കാറുണ്ട്. ഇത് കേൾക്കുന്ന ജീവൻ ഇതങ്ങനെ നമ്മൾ വിശ്രമിക്കാറുണ്ടായിരുന്ന ഒരു സ്ഥലമല്ലല്ലോ എന്ന കാര്യം ഇവൾ ഓർമ്മിപ്പിക്കും. ഇപ്പൊ ഫ്ലാഷ് ബാക്കിലോട്ട് പോകുമ്പോൾ ജിവോണിന് യൂണിനോട് ഇഷ്ടം ഉണ്ടായിരുന്ന പോലെ തന്നെ ഏതോ ഒരു പോയിന്റിൽ വെച്ച് യൂണിനും ആ ഒരു ഫീലിംഗ്സ് അവനോട് തോന്നിയിട്ടുണ്ടായിരുന്നു. അവനുമായിട്ട് അടിയും ബഹളും എല്ലാം നിരന്തരമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എന്ന് തൊട്ടാണ് തനിക്ക് അവനോട് ഇങ്ങനെയൊക്കെ തോന്നി തുടങ്ങി എന്നൊരു സംശയമായിരുന്നു അവൾക്ക്. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഇവൻ വന്ന് ഇവളെ പ്രപ്പോസ് ചെയ്യുന്നത്. ആ സമയം അവളാണെങ്കിലും ആലോചിക്കാനോ അവനെ റിജക്ട് ചെയ്യാനോ ഒന്നും നിന്നില്ല. കണ്ണും പൂട്ടി നമുക്ക് ഡേറ്റ് ചെയ്യാനങ്ങ് പറയും. അങ്ങനെ അവളും അവളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അവരുടെ ഡേറ്റിംഗ് ആരംഭിക്കുകയാണ്. ആരോടും പറയാതെ രഹസ്യമായിട്ടാണ് ഇവർ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോയത്. അതിനുള്ള ഒന്നാമത്തെ കാരണം ഇവരുടെ രണ്ടുപേരുടെയും കുടുംബം ബന്ധശത്രുക്കളാണ്. രണ്ടാമത് പെട്ടെന്നെങ്ങാനും ഇക്കാര്യം ഫ്രണ്ട്സ് അറിഞ്ഞ അവരുടെ മുഖത്ത് നോക്കാൻ പിന്നെ പറ്റത്തില്ല. കാരണം അവരുടെ മുന്നിൽ അത്രയ്ക്ക് അടിയും ബഹളവും ആയിരുന്നല്ലോ ഇവര്. അവരുടെ ഡേറ്റിംഗ് ടൈമിൽ അടിയും ബഹളവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് അത്രയ്ക്കൊന്നും നീണ്ടുപോയില്ല. പെട്ടെന്ന് തന്നെ ഇവർ പാച്ചപ്പ് ആവും. അങ്ങനെ ഒരു ദിവസം ഈ ജിഹയും യൂണും ജിവോണും പിന്നെ അവരുടെ വേറെ രണ്ട് ഫ്രണ്ട്സും എല്ലാവരും കൂടി ഒരു പിക്നിക്കിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഫ്രണ്ട്സിന്റെ മുന്നിൽ പണ്ടത്തെ പോലെ തന്നെ കണ്ണി നോക്കിയ ബഹളം ഉണ്ടാക്കുന്ന രണ്ടുപേരായിട്ടാണ് ഇവർ അഭിനയിക്കുന്നത്. അവർക്കാണെങ്കിലും ഒരു സംശയം ഉണ്ടാവില്ല. അവരിപ്പോ യൂണിനെ സാധനം വാങ്ങാനായിട്ട് പറഞ്ഞയക്കും. യൂണ് ദേഷ്യത്തിലാണെന്ന് വിചാരിച്ച് അവളുടെ പിറകെ പോയി മിണ്ടാൻ വേണ്ടി ഇവരുന്തി തള്ളി ജീവോണിനെ അയക്കും. നിങ്ങൾ പറഞ്ഞോണ്ടാ പോകുന്നേ, അല്ലെങ്കിൽ ഞാനൊന്നും അവളുടെ പിന്നാലെ പോയില്ല എന്നൊക്കെ വലിയ അഭിനയം ഇറക്കി ഇവനും പിന്നാലെ പോവും. എന്നാ ഫ്രണ്ട്സിന്റെ കൺവെട്ടത്തിൽ നിന്ന് മാറി ആ നാടകം അങ്ങ് തീർന്നു. അങ്ങനെ ഇപ്പൊ യൂൺ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ജൂനിയർ പെങ്കൊച്ച് ജീവോണിനെ വന്ന് പ്രപ്പോസ് ചെയ്ത് അവൻ എന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇത് കാണുന്നതും യൂണിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഒന്നാമത്തെ കാര്യം ജീവോൺ അത് വാങ്ങി. രണ്ടാമത്തത് അവൻ ആ പെങ്കൊച്ചിനോട് ഭയങ്കര ചിരിച്ചു കളിച്ചാണ് സംസാരിച്ചത്. മാത്രമല്ല ഇപ്പൊ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഇവരുള്ള സ്ഥലം പറഞ്ഞ
പെങ്കൊച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഇക്കാര്യമെല്ലാം യൂൺ വളരെ ദേഷ്യത്തിൽ തിരക്കുമ്പോൾ ഇപ്പൊ ഈ വന്ന് ഇവനെ പ്രപ്പോസ് ചെയ്ത പെങ്കൊച്ചെന്ന് പറയുന്നത് ഇവന്റെ ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ടാണ്. ആ ഫ്രണ്ടാണ് ഇവൻ എവിടെയാ ഉള്ളതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. ആ കൊച്ചാണ് ഈ സ്കൂളിൽ ഇപ്പോൾ വന്ന് ചേർന്നിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ എങ്ങനെയാ മുഖത്ത് നോക്കി റിജക്ട് ചെയ്ത് സാധനം വാങ്ങാതിരിക്കുന്നത്? അതുകൊണ്ടാണ് ജീവൻ ആ പെങ്കൊച്ചിനോടൊന്നും പറയാതിരുന്നത്. എന്ന യൂൺ ആണെങ്കിൽ ഭയങ്കര കലിപ്പി തന്നെയാണ്. താൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഇവള് തന്നെ വിശ്വസിക്കുന്നില്ലെന്ന് വരുമ്പോൾ അത് ജീവോണിനെയും ദേഷ്യം പിടിപ്പിക്കും. ഓൾറെഡി ദേഷ്യത്തിലിരിക്കുന്ന യൂണിനാണെങ്കിൽ ഇവന്റെ സ്വഭാവവും കൂടെ കാണുമ്പോൾ വല്ലാണ്ട് കലിപ്പായി അവള് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് എല്ലാം ഇവിടെ തീർന്നു, ഇനി മേലാൽ എന്നെ കോണ്ടാക്ട് ചെയ്യരുതെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകും. ഇപ്പൊ ഈ സമയമായിരിക്കും നമ്മുടെ ഗ്രാൻഡ് പേയുടെ അടുത്ത് ഗ്യോങ്തെ വന്ന ആ ലാൻഡിന്റെ കാര്യം ചോദിക്കുന്നത്. ഗ്യോങ്തയുടെ കമ്പനിയുടെ ഒരു കച്ചിത്തുരുമ്പായിരുന്നു ആ ലാൻഡ് എന്ന് പറയുന്നത്. അത് പോയാ അവന്റെ കമ്പനി എന്നേക്കുമായിട്ട് അടച്ചുപൂട്ടേണ്ടി വരും. ഗ്രാൻഡ് പേ ആണെങ്കിൽ അത് കൊടുക്കില്ലെന്ന് തറപ്പിച്ചങ്ങ് പറയുമ്പോൾ പെട്ടെന്നുണ്ടായ ഷോക്കില് ഗ്യോങ്തേക്ക് നെഞ്ചുവേദന വന്ന അവിടെ വീഴുവാണ്. കരഞ്ഞു നിലവിളിച്ച് വീട്ടിലോട്ട് വരുന്ന യൂൺ കാണുന്നത് അവളുടെ വീട്ടിലോട്ട് ഒരു ആംബുലൻസ് കയറി പോകുന്നതാണ്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഗ്യോങ്തയെ ആംബുലൻസിലോട്ട് മാറ്റുന്നുണ്ട്. കൂടെ ജീവോണും കയറുന്നുണ്ട്. ഇവൾക്ക് സംഭവം ഒന്നും മനസ്സിലാവില്ല. അവർ രണ്ടുപേരും പരസ്പരം മുഖാമുഖം കാണുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്ക് ആംബുലൻസ് വിട്ടുപോകും. ആ ഒരു തിരക്കിലാണെങ്കിൽ ജീവോണിന്റെ ഫോൺ അവന്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് പോയിട്ടുണ്ടായിരുന്നു. അത് ആ വണ്ടി കയറി തകർന്നു പോവുകയും ചെയ്യും. പിന്നെ കുറെ ദിവസത്തേക്ക് ജീവോണിന്റെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അവ സ്കൂളിൽ വരുന്നില്ല. ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവന്റെ അച്ഛനെ സോളിലെ ഏതോ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നാണ്. ഗ്യോങ്തയുടെ കമ്പനി അടച്ചുപൂട്ടി എന്ന കാര്യം അറിയും. എന്നാൽ അവൻ എന്തോ ഒരു വാക്ക് പോലും പറയാതെ അങ്ങ് പോയി കളഞ്ഞ് എന്നൊക്കെ ജിഹയും ഇവളോട് ഇങ്ങനെ പറയുന്നുണ്ട്. വീട്ടിൽ വന്ന് ഇവളാണെങ്കിൽ ഒരുപാട് അവന്റെ നമ്പറിലോട്ട് കോൾ ചെയ്ത് നോക്കും. പക്ഷെ അവന്റെ ഫോൺ നിലത്ത് വീണ് പൊട്ടിപ്പോയ കാര്യം ഇവൾക്ക് അറിയില്ലല്ലോ. ഇതേസമയം ജീവോൺ ആണെങ്കിൽ സോളിലായിരുന്നു. അവനും ഇവളെ കോൺടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ലാണ്ട് നിൽക്കുവാണ്. അവൻ ഇപ്പോൾ ഒരു ഫോൺ റെന്റിനെടുത്ത് ഇവളെ കോൾ ചെയ്യും. എന്നാൽ പക്ഷെ അവളെ കോൾ അറ്റൻഡ് ചെയ്യില്ല. അവനാണെങ്കിൽ എല്ലാം കൂടെ ആകെ സങ്കടമാവും. പിറ്റേന്ന് സ്കൂളിലോട്ട് പോകുന്ന യൂണിനോട് ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്, നേരെ വീട്ടിലോട്ട് വരണമെന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട്. അങ്ങനെ അവൾ സ്കൂളിലോട്ട് പോകുമ്പോഴാണ് ഈ കൊല്ലത്തെ ആദ്യത്തെ സ്നോ ഇന്നുണ്ടാകും എന്ന ന്യൂസ് അവൾ കേൾക്കുന്നത്. ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവളൊരു കാര്യം ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ ആദ്യത്തെ സ്നോ വീഴുന്ന സമയം നമ്മൾ രണ്ടുപേരും നംസാൻ ടവറിന്റെ മുകളിൽ വന്ന് ഒരുമിച്ച് കാണണമെന്ന്. എന്നപ്പോൾ ജീവോൺ ആണെങ്കിൽ അതിന് നമ്മൾ ബ്രേക്കപ്പ് ചെയ്തിട്ട് വേണ്ടേ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് വിട്ടുകളഞ്ഞു. അതുപോലെ ഇന്ന് യൂണിന്റെ ബർത്ത്ഡേ ആണ്. പിറന്നാളിന് എന്ത് ഗിഫ്റ്റാണ് നിനക്ക് വേണ്ടതെന്ന് ജീവോൺ ചോദിച്ചപ്പോൾ എനിക്കൊരു റെഡ് സ്കാർഫ് മതി എന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജീവോൺ ഇപ്പോൾ ആ റെഡ് സ്കാർഫ് വാങ്ങി സോളിന്ന് ഇവളെ കാണാനായിട്ട് നാട്ടിലോട്ട് വരും. എന്തൊക്കെ പ്രശ്നം നമ്മൾ തമ്മിലുണ്ടെങ്കിലും നിന്റെ ജനലിനടുത്ത് വന്ന് കല്ലുകൊണ്ട് ഞാൻ 3 പ്രാവശ്യം എറിയുന്നതിന് മുമ്പ് നീ ജനൽ തുറന്നിരിക്കണം എന്നൊരു പ്രോമിസ് ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന പക്ഷെ 3 പ്രാവശ്യമല്ല, ഒരുപാട് തവണ അവൻ കല്ലുകൊണ്ട് എറിഞ്ഞിട്ടും അവൾ ആ ജനൽ തുറക്കുന്നില്ല. കാരണം അതേസമയം ഇവനെയും കാത്ത് നംസാൻ ടവറിന്റെ അടുത്തായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. ഈ ഒരു സീനാണ് ഇടയ്ക്കിടയ്ക്ക് പിന്നീട് അവൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് രണ്ടുപേർക്കും പരസ്പരം കാണാൻ പറ്റാതെ പോകും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കുന്നത് തന്നെ മറ്റൊരാൾ അവോയ്ഡ് ചെയ്യുന്നതാണെന്ന്. ജീവോൺ ആ സ്കാർഫും വേസ്റ്റിലിട്ട് തിരിച്ചു പോകും. ഫ്ലാഷ് ബാക്ക് കെട്ടാകുമ്പോൾ ജീവോൺ ഇങ്ങനെ നോക്കുന്നത് കണ്ട് നീ ഇപ്പൊ ഇതിട്ട് ഇങ്ങനെ നോക്കുന്നേ, ഒരുമാതിരി ഞാൻ തെറ്റ് ചെയ്ത പോലെ. നീ കാരണം ഇപ്പൊ സ്കൂളിൽ പോലും തലയുയർത്തി നിൽക്കാൻ പറ്റുന്നില്ല. പേടിക്കണ്ട, നിന്റെ ഇനോഗ്രേഷൻ ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് തന്നോളാം. എന്നെ മോശമായിട്ട് ട്രീറ്റ് ചെയ്താലും ആ സ്കൂളാണ് എനിക്ക് ചെലവിനിരുന്നത്. എനിക്കത് ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാനത് നിന്നെ ചെയ്ത് കാണിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ശരി, നീ തന്നെ ചെയ്തോളാൻ പറഞ്ഞ് അവനും പോകും. എന്ന് തിരിച്ചു പോകുന്ന ജീവോൺ ആണെങ്കിൽ വീണ്ടും ജിഹെ പറഞ്ഞ കാര്യം മനസ്സിലോട്ട് വരും. അവൾ എന്താ ഞങ്ങളെ കുറിച്ച് പറഞ്ഞെന്ന് ഇവൻ ചോദിച്ചപ്പോൾ നിങ്ങൾ സീക്രട്ട് ആയിട്ട് അന്ന് ഡേറ്റ് ചെയ്യുകയായിരുന്നെന്നും ഏതാണ്ട് 3 മാസം ഉണ്ടായിരുന്നെന്നും പെട്ടെന്ന് നീ പോയപ്പോൾ അതില്ലാണ്ടായിരുന്നു. അതെന്താ അവൾ അങ്ങനെ പറഞ്ഞെന്നൊരു സംശയം വരും. അപ്പോഴേക്കും ഡ്രിങ്ക്സും വാങ്ങി മൂൺസ് യൂണിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ഒരു ബാറില് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ജിഹെ. രാവിലെ ഇവള് ചെന്ന് ഇവനോട് ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ താൻ ഇവളുടെ ഫ്രണ്ടായ യൂണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം എല്ലാം അറിഞ്ഞിട്ടാണ് ഇവളെ തന്റെ പിറകെ നടന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പൊ നീ എല്ലാം അറിഞ്ഞിട്ടാണ് എന്റെ പിന്നാലെ വന്നതല്ലേ എന്ന് ജീവോൺ ചോദിക്കുമ്പോൾ കാരണം എനിക്ക് അത്രത്തോളം നിന്നെ ഇഷ്ടമായിരുന്നു. നിന്റെ കയ്യിൽ ഇപ്പോൾ ഉത്തരം ഉണ്ടെങ്കിലും അതെന്നോട് ഇപ്പൊ പറയണ്ട, കുറച്ചുകൂടെ സമയമെടുത്ത് ഒരുപാട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, നീ നന്നായിട്ട് ചിന്തിക്കാനായിരുന്നു അപ്പൊ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഥയിൽ നമ്മളൊന്നും അറിയാത്ത വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ജീവോൺ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ സോളിലായ സമയം യൂണാണെങ്കിൽ അവൻ ഒരുപാട് വിളിച്ചു നോക്കും. എല്ലാം ആലോചിച്ച് ടെൻഷനായി നിരച്ചോ ഭക്ഷണം പോലും കഴിക്കാതെ അവൾക്ക് പനി പിടിക്കുവാണ്. അപ്പൊ ഇവളുടെ പനി വിവരം അറിഞ്ഞ് ജിഹ ഇവളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. യൂണാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് ഇവന്റെ കോള് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ജിഹ ആണെങ്കിലും മൊത്തത്തിൽ എന്തോ സംശയം തോന്നി കാര്യം തിരക്കും. നീ നേരെ ചൊവ്വ ഭക്ഷണം കഴിക്കുന്നില്ല, പഠിക്കാൻ ഉഴപ്പുന്നു, ചിരിക്കുന്നു പോലുമില്ല. കാര്യം എന്താന്ന് ചോദിക്കുമ്പോഴാണ് യൂൺ കാര്യങ്ങളെല്ലാം പറയുന്നത്. അവൻ എന്നെ വിളിക്കുന്നില്ല, എനിക്ക് തോന്നുന്നു അവൻ എന്നോട് ദേഷ്യത്തിലാണെന്ന്. എന്നെ ഇനി കോണ്ടാക്ട് ചെയ്യരുത് എന്നായിരുന്നു ഞാൻ അവനോട് അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ എന്നെ വിളിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അവൻ എന്നോട് ദേഷ്യമാണെന്ന്. എന്റെ ഗ്രാൻഡ് പ കാരണം അവന്റെ അച്ഛൻ അങ്ങനെ സംഭവിച്ചുകൊണ്ട്. ജിഹ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് യൂൺ കരയുമ്പോൾ ഇത് കേൾക്കുന്ന ജിഹയ്ക്കാണെങ്കിൽ അത് തീരെ പിടിക്കുന്നില്ല. കാരണം ജിഹയ്ക്ക് ജീവോണിനൊരു നോട്ടം ഉണ്ടായിരുന്നു. അന്ന് യൂൺ ഉറങ്ങി കഴിയുമ്പോഴാണ് ഒരു ഫോൺ റെന്റിനെടുത്ത് ജീവോൺ ഇവളെ വിളിക്കുന്നത്. എന്നത് കാണുന്നത് ജിഹയായിരുന്നു. കോള് വിളിച്ചിട്ട് എടുക്കാണ്ടാവുമ്പോൾ അവൻ ആ നമ്പറിലോട്ട് മെസ്സേജ് അയക്കും. യൂൺ ഞാൻ ജീവോണാണ്, ഇത് എന്റെ നമ്പറാണ്, നീ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. എന്നാ പക്ഷെ അത് കാണുന്ന ജിഹയാണ് അവന് തിരിച്ച് റിപ്ലൈ അയക്കുന്നത്. ഞാൻ നിന്നോട് എന്നെ കോൺടാക്ട് ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേന്നും ചോദിച്ച്. അത് കാണുന്ന ജീവോൺ വീണ്ടും കോൾ ചെയ്യുമ്പോൾ ഇവളാണെങ്കിൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. സത്യത്തിൽ ഇവരുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ജിഹയാണ്. കെട്ടാകുമ്പോൾ കുറെ നേരെ ഇരുന്ന് അവിടെ നിന്നും തിരിച്ചു പോകാൻ ഒരുങ്ങുവാണ് മൂൺസും യൂണും. എന്നാ പക്ഷെ എഴുന്നേൽക്കുന്നതിന്റെ ഇടയിൽ കാല് വഴുതി ഇപ്പൊ യൂൺ ആ വെള്ളത്തിലോട്ട് വീഴുവാണ്. ഇത് കാണുന്നതും വെള്ളത്തിലോട്ട് ചാടാനായിട്ട് മൂൺസ് നിൽക്കുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ അങ്ങോട്ടേക്ക് ഒരാൾ ഓടി വരും. ജീവോൺ അവൻ ഒന്നും നോക്കാതെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടും. അപ്പൊ അവൻ പോയിട്ടുണ്ടായിരുന്നില്ലേ. എന്തായാലും ഈ സീൻ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇവർക്കിടയിൽ
ഇവർക്കിടയിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറും, ആ ലൈലാക്ക് പൂവിടുമോ എന്നുള്ളതെല്ലാം നമുക്കിനി വരുന്ന എപ്പിസോഡുകളായിട്ട് കാണാം.